ഡിയേഴ്സ്. അപ്പം ഞാൻ കുറേ ദിവസം കൂടി ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തു കേട്ടോ. ചുമ്മാ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങളിന്ന് ഒരു സിനിമ കാണാൻ പോകാമെന്ന് വെച്ചു. അവതാർ ഇറങ്ങിയായിരുന്നില്ല. അപ്പോൾ മോളുടെ സ്കൂൾ അടച്ചു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് തൊട്ടടുത്താണ് അപ്പോൾ പോകാൻ ഇറങ്ങിയത്. ഈ ട്രീയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുന്ന് പൈനെല്ലാം കളക്ട് ചെയ്തെടുത്തത് നേരത്തെ. പക്ഷേ അത് നല്ലതായിരുന്നു. കുറേ എനിക്ക് ക്രിസ്മസിന് ഒരു നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു പോകുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ആ ഇലയൊക്കെ ഉണ്ടപ്പം കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനിടാം. ഇപ്പോൾ മൊത്തം ഇലയും പോയി. എന്നാലും ഇന്ന് ഇച്ചിരി തണുപ്പുണ്ടെങ്കിൽ ഇച്ചിരി വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നല്ല ഭംഗിയുണ്ട് നടക്കാൻ. ഒരു കാഴ്ചയൊക്കെ കണ്ട് നടക്കാൻ. മഴയാണെങ്കിൽ ഒരു ഭംഗിയും കണ്ടില്ല. മഴയാണ് പിന്നെ നമ്മൾ ഇറങ്ങാറുമില്ല. അപ്പോൾ മോള് സ്കൂളിൽ പോകുന്ന വഴിയായിരുന്നു അങ്ങോട്ട് നേരെ. അപ്പോൾ ഞാൻ ഈ തണുപ്പ് കൊണ്ട് ഒട്ടും ഇറങ്ങാറില്ല എങ്ങും. പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ച് അങ്ങ് ഇറങ്ങുമായിരുന്നു. സ്കൂൾ അടച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഷോപ്പിങ്ങിനൊക്കെ അല്ലാതെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ ഇവിടെ ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാകത്തോട്ട് കാണാം. ഇതൊരു കെയർ ഹോമാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ടൗൺ സെൻറ്റർ എത്തും. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് സീരീസൊക്കെ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ, ഒരുപാട് പേര്. പിന്നെ എല്ലാവരും ഇങ്ങനെ സജഷൻസ് എന്നോട് ഡയറക്റ്റ് സംസാരിക്കുന്നവരൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ക്രാഫ്റ്റ് അല്ലാതെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊക്കെ ഇട്ടോ ഞങ്ങൾ കാണാമെന്ന്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫും ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് 101 സബ്സ്ക്രൈബറായി. എനിക്ക് 100 ആവണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു 2025. 100 സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാവർക്കും എളുപ്പം കിട്ടുന്നതായിരിക്കും ഇല്ലേ. പക്ഷേ എനിക്കിത് അറിയില്ല. എനിക്ക് 100 ആവണം ആയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാട്ടോ എനിക്ക് 100-ലെത്താൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ വീഡിയോ ഇടണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഈ പ്രാവശ്യം ക്രിസ്മസിന് തന്നെ എനിക്ക് എല്ലാവരും നല്ല മോട്ടിവേഷനൊക്കെ തന്ന് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വീഡിയോസ് ഇടാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റിയത് തന്നെ. അപ്പോൾ ബാക്കി വീഡിയോസും ഇതുപോലെ നല്ലതായിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ കയറി കേട്ടോ. പോപ്കോണൊക്കെ വാങ്ങിച്ച് എന്നിട്ട് അവതാറാണ് കണ്ടത്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് 4DX കണ്ടത്. അപ്പം ഭയങ്കര ഷേക്കിങ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് കിട്ടിയപ്പോൾ നമ്മളത് ക്രിസ്മസ് ഗ്ലാസ് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാറ്റർഡേയ്സിൽ മിക്കവാറും ഇങ്ങനെ മാർക്കറ്റ്സ് ഉണ്ടാവും. പിന്നെ അല്ലാതെ ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് ലൈറ്റ്, പിന്നെ നമ്മൾ സിനിമ നമ്മുടെ പകലായിരുന്നു, അതുകൊണ്ട് വൈകിട്ട് പോയാലല്ലേ ലൈറ്റ്സൊക്കെ നല്ലതായിട്ട് കാണാൻ പറ്റുള്ളൂ. രാത്രിയിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചാലും ഇങ്ങനെ ഇറങ്ങാതെ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് ഷോപ്പും കാര്യങ്ങളും ആ സൈഡിൽ കൂടെയൊക്കെ കുറേ നടന്നിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട്, ഇന്ത്യൻ ഫുഡ് അവിടെ ഇങ്ങനെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോരുക ചെയ്തത്. പക്ഷേ എനിക്ക് ഈ സൈഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായിട്ട് വരാൻ. കാരണം ഇവിടെ നമ്മുടെ മെയിൻ ഐറ്റംസുള്ള ക്രാഫ്റ്റും ആർട്ടും അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇവർ കുറച്ച് നേരം വെളിയിലൊക്കെ ഇരുന്നിട്ട് എന്നെ അകത്ത് വിടാറുണ്ട് കാണാനും വാങ്ങിക്കാനും ഒക്കെ. പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ ഞാൻ അങ്ങനെ കൂടുതൽ ചൂസ് ചെയ്തില്ല, അത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് കാണാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ബാക്കി ഷോപ്പിനെക്കാട്ടിലും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഒരു പ്ലം കേക്കും ഒക്കെ മുറിച്ചിട്ട് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ. ഞാൻ ഉണ്ടാക്കിയതും വാങ്ങിച്ച എല്ലാ സാധനവും അതിലിട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കുറേ സാധനം ഉണ്ടാക്കി ഇടാനും ഒക്കെ പറ്റിയതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റും കൂടെ ഹസ്ബൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ ഷോർട്സ് ആക്കി ഇടാവേ. അപ്പോൾ എൻ്റെ ക്രിസ്മസും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. താങ്ക് യു.